ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിനിഞ്ഞാന്നും രാത്രിയിലും ഇന്നലെയൊക്കെ ആയിട്ട് എടുത്ത വീഡിയോകളാട്ടോ. ഞാൻ മിനിഞ്ഞാന്ന് രാത്രിയിൽ കുറച്ച് ചക്കക്കുരു ചിരണ്ടി വെക്കുക. കുഞ്ഞിപ്പെണ്ണ് എന്നെ സഹായിക്കാൻ വേണ്ടി ഒരു സ്പൂണൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, അതിൻ്റെ പുറത്തെ തൊലി കളയാൻ വേണ്ടിയിട്ട്. പിന്നെ ആ കരിന്തൊലി ഞാനങ്ങനെ ഒരുപാട് കളയാറില്ല. ചക്കക്കുരുവും പടവലങ്ങയും കൂടെ തോരൻ വെക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് ഒത്തിരി ചക്കക്കുരു വേണ്ട. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് പൊളിച്ച് കീറി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാനാട്ടോ. എന്നിട്ട് പിറ്റേ ദിവസമാണ് കഴുകി വൃത്തിയാക്കിയിട്ട് തോരൻ വെക്കുന്നത്. ശകലം വൻപയർ ഇരിപ്പുണ്ട്, അത് ഞാൻ വെള്ളത്തിലിട്ടിട്ട് ഇവിടെ വന്നിരുന്നത്. 2 പേർക്ക് കൂട്ടാനുള്ളതൊക്കെ ഉള്ളൂ, ഒത്തിരി ഇരിപ്പൊന്നുമില്ല. അപ്പോൾ അതവിടെ വെച്ചാൽ ചിലപ്പോൾ ഞാൻ മറന്നു പോകും, പിന്നെ ചെള്ളൊക്കെ കയറിയിട്ട് അത് അഴുക്കായി പോകത്തുള്ളൂ. അതുകൊണ്ട് ഏതായാലും വെള്ളത്തിലിട്ടു, തോരൻ എന്തെങ്കിലും വെക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അക്കു പറഞ്ഞു അവൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വൻപയർ തോരൻ മതിയെന്ന്. അപ്പോൾ പിന്നെ എനിക്ക് രാവിലെ എളുപ്പമാണല്ലോ. അവളങ്ങനെ എല്ലാ സാധനങ്ങളും ഒന്നും കഴിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല. ചില സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ സാധനം കഴിക്കില്ലെങ്കിലും എല്ലാ സാധനവും ഞാൻ കൊടുക്കും കേട്ടോ. കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഇതൊക്കെ കഴിക്കണം. എവിടെയെങ്കിലുമൊക്കെ പോകാനൊക്കെ ഉള്ളതല്ലേ, ഇനിയിപ്പോൾ പഠിക്കാനും ഒക്കെ ആയിട്ട് ജോലിക്കും ഒക്കെ പോകണമല്ലോ. അപ്പോൾ പിന്നെ എല്ലാം കഴിച്ച് പഠിക്കണമെന്നും പറഞ്ഞ് ഞാൻ വീട്ടിലുണ്ടാക്കുന്ന എല്ലാം കൊടുക്കുകയൊക്കെ ചെയ്യും. അവൾക്ക് ചില സാധനങ്ങളോട് പ്രത്യേക ഇഷ്ടമുണ്ട്. അപ്പോൾ വൻപയർ തോരൻ വെച്ചാൽ ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ. പിള്ളേർ 2 പേരും ഉണ്ട് എൻ്റെ കൂടെ. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് രാത്രിയിലെ ഭക്ഷണമൊക്കെ കഴിച്ച് പണികളെല്ലാം കഴിഞ്ഞിട്ടാണ് ചക്കക്കുരു നന്നാക്കാൻ വേണ്ടി വന്നത്. കുഞ്ഞിപ്പെണ്ണിൻ്റെ ഹോംവർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞു. കുഞ്ഞുണ്ണിക്ക് സ്കൂളിൽ ഓട്ടുണ്ടായിരുന്നു. കസേര, പിന്നെ കൊട, പിന്നെ വേറെ തൊപ്പി, മരം, കണ്ണാടിയൊക്കെ ചിഹ്നമുണ്ടായിരുന്നു. ഇവിടെ കൊടയ്ക്ക് ചെയ്തു. ചക്കക്കുരുവൊക്കെ കനം കുറച്ച് നീളത്തിൽ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് ഈ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക. പാലപ്പത്തിനുള്ള അരി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. രാവിലെ എഴുന്നേറ്റപ്പോൾ അപ്പത്തിനുള്ള മാവൊക്കെ നല്ലപോലെ പൊങ്ങിയിരിപ്പുണ്ട്. നമുക്ക് രാവിലെ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു സമാധാനമല്ലേ. മാവ് പൊങ്ങിയില്ല പിന്നെ ടെൻഷനായിരിക്കും, രാവിലെ ഇനി എന്നാ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒരു വിഷമമായിരിക്കുമല്ലോ. അപ്പം ഉണ്ടാക്കാൻ നേരത്താണ് ഞാൻ ഉപ്പ് ചേർത്തിട്ട് മിക്സാക്കി എടുക്കുന്നത്. അത് ദോശയ്ക്കാണെങ്കിലും ഇഡലിക്കാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അരയ്ക്കുമ്പോൾ ഉപ്പ് ചേർക്കാറില്ല. മാവ് പൊങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ വല്ലാതെ കുത്തി ഇളക്കി സ്പീഡിലൊന്നും ഇളക്കരുത്, പതുക്കെ വേണം ഇളക്കാൻ. രാവിലത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പാലപ്പവും ഉരുളക്കിഴങ്ങ് കൊണ്ട് ബാജിക്കറിയായിരുന്നു. പിന്നെ കട്ടൻ കാപ്പി ഉണ്ടായിരുന്നു. രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ വൻപയർ തോരനും അച്ചാറുമാണ് അവൾക്ക് കൊടുത്തു വിട്ടത്. അവൾ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ചക്കക്കുരുവും പടവലങ്ങയും കൊണ്ട് തോരനൊക്കെ വെച്ചേ. വൈകുന്നേരത്തേക്ക് ചക്കയപ്പം ഉണ്ടാക്കണം. അപ്പോൾ ഫ്രീസറിൽ ചക്ക കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ പോയപ്പോൾ ചക്ക കൊണ്ടുവന്നായിരുന്നല്ലോ, അത് ഞാൻ അടർത്തി കുരുവൊക്കെ കളഞ്ഞ് ചകിണിയൊക്കെ കളഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രീസറിൽ വെച്ചതാണ്. ആവശ്യമുള്ളപ്പോൾ ഇതുപോലെ കുറച്ചെടുത്ത് തണുപ്പൊക്കെ മാറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ കഴിക്കാൻ വേണമെങ്കിൽ അങ്ങനെയും എടുക്കുക ചെയ്യുന്നത്. വൻപയർ വെന്ത വെള്ളം ഞാൻ ഒരു കപ്പിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു വെള്ളം കൊണ്ട് രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പടവലങ്ങയുടെ മുകളിലത്തെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് അതിൻ്റെ അകത്തെ കുരുവൊക്കെ കളഞ്ഞ് ഇത് ഞാൻ ചോപ്പറിലിട്ടാണ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നത്. കൈ കൊണ്ടാണെങ്കിലും കൊത്തി ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി. തോരന് ഒന്ന് ഒതുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും മഞ്ഞളും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കാന്താരിയും പിന്നെ ഒരു നുള്ളി ജീരകം ചേർക്കാതെയും ഈ തോരൻ വെക്കാം. ചേർക്കുവാണെങ്കിൽ അധികമായി പോകരുത്, ഒരു നുള്ളി ചേർക്കാവുള്ളേ, ഒത്തിരി ആയാൽ ടേസ്റ്റ് ഉണ്ടാവത്തില്ല. ചക്കക്കുരുവും പടവലങ്ങയും കൂടെ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് എല്ലാം അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പടവലങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കടുക് വറക്കാൻ വേണ്ടിയിട്ട് ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, കടുക് ഇട്ടിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ കൂടി ഇട്ട് കൊടുക്കുവാണ്. ചെറിയുള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്, ഇതിലേക്ക് അരപ്പ് ചേർക്കുക. എന്നിട്ട് അരപ്പ് 1 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കണം, ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കുക. ഇനി ഇതിലേക്ക് ചക്കക്കുരു ചേർത്ത് കൊടുക്കുവാണ്.
കനം കുറച്ചിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് ചക്കക്കുരു. അതിൻ്റെ പുറത്തെ ആ ഒരു ബ്രൗൺ കളറിലുള്ള തോലുണ്ടല്ലോ, അതൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ. അതൊക്കെ കളയേണ്ട ആവശ്യമൊന്നുമില്ല, നല്ലതാണെന്നാണ് പറയുന്നത് കേട്ടിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ആ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചക്കക്കുരുവിനും പടവലങ്ങയ്ക്കും കൂടെ കണക്കാക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് വേവിച്ചെടുക്കുക. ചക്കക്കുരു ഒരു പകുതി വേവാകുമ്പോൾ പടവലങ്ങ ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം ഒന്ന് ഇളക്കി ഒന്ന് തട്ടിപ്പൊത്തി അടച്ച് വെച്ച് വേവിച്ചെടുക്കുവാണേ. ഇത് വെന്ത് വരട്ടെ. ചക്കക്കുരു ഇവിടെ വേഗം വെച്ചിട്ടുണ്ട്. ഇത് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഞാനൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ചതാണ് വേകാൻ വേണ്ടിയിട്ട്. ഒരു പകുതി വേവാകുമ്പം പടവലങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ രസം വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യലായിട്ടുള്ള രസമാണ്. കഴിഞ്ഞ പ്രാവശ്യം വെച്ച പോലത്തെ അല്ല. കഴിഞ്ഞ പ്രാവശ്യം വെച്ച രസം നമുക്ക് ചൂടാക്കിയിട്ട് ഒരു 4 ദിവസം വരെയൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടി കൊള്ളും. പക്ഷേ ഇത് എടുത്ത് വെക്കാൻ കൊള്ളത്തില്ല, അന്ന് കൂട്ടാനേ കൊള്ളത്തുള്ളൂ കേട്ടോ. ഇത് വൻപയർ വേവിച്ച വെള്ളമാണ്. ഇത് വെച്ചിട്ടാണ് രസം ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ രസം വെച്ചപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും ചേർക്കാതെയല്ലേ വെച്ചേ. ഇതിൽ പൊടികളെല്ലാം ശകലിച്ച് ചേർത്ത് സാധാരണ വെച്ച രസം പോലെയല്ല, ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ് വെക്കുന്നത് കേട്ടോ. മറ്റേതുപോലെയല്ല വെക്കുന്നത്, കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഇത്രയും സാധനം ഒന്ന് ചതച്ചെടുക്കണം. ഒരു ദിവസത്തേക്കായിട്ട് വെക്കുന്ന രസമായതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ എടുത്താൽ മതി, ഒരുപാട് വേണ്ട. ഈ ചീനച്ചട്ടി എടുത്തിട്ടേ അപ്പുറത്തെ അടുപ്പിലേക്ക് വെക്കുവാണ്. എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ സൗകര്യം ഈ അടുപ്പിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. ഒരു മൺചട്ടി വെച്ചു. ചട്ടി ഒന്ന് ചൂടായി വരട്ടെ, എന്നിട്ട് എണ്ണ ഒഴിക്കാം. ചക്കക്കുരു പകുതി വേവായിട്ടുണ്ട്. ഇതിലേക്ക് പടവലങ്ങ ചേർക്കുക. ഇനി വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട, ചെറിയൊരു നനവുണ്ടാവും. ആ വെള്ളത്തിൽ ആവി കൊണ്ട് വെന്ത് വരണം. ഒത്തിരി വെള്ളം ചക്കക്കുരു വേവിക്കാൻ നേരത്തും വെക്കരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ കണ്ടോ, ഒത്തിരി വെള്ളമൊന്നും അതിൻ്റെ അടിയിലില്ല, ചെറിയൊരു നനവേ ഉള്ളൂ. എന്നാൽ എല്ലാം കൂട്ടി തട്ടിപ്പൂത്തിയൊക്കെ വെക്കുമ്പോൾ വെന്ത് കിട്ടുകയും ചെയ്യും. ചക്കക്കുരു വേകാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. പടവലങ്ങ വേകാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിക്കേണ്ട. ചക്കക്കുരുവിൻ്റെ ആ നനവിൽ ഇരുന്ന് ആവി കൊണ്ട് വെന്തോളും. അതുകൊണ്ട് ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട. വെള്ളം ഒഴിച്ചാൽ പിന്നെ പറ്റിച്ചൊക്കെ എടുക്കുമ്പോഴത്തേക്ക് വേവ് കൂടിപ്പോയാൽ തോരന് ടേസ്റ്റും ഉണ്ടാവത്തില്ല, കുഴഞ്ഞും പോകും. ചട്ടിയിൽ എണ്ണ ചൂടായേ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉലുവായും കൂടെ, അധികം വേണ്ട, കുറച്ച് മതി. ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ചെറിയുള്ളിയും കൂടെ ചതച്ചതും കറിവേപ്പിലയും വറ്റൽമുളകും ഇത്രയും സാധനം ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടാണ് ഒന്ന് ചതച്ചെടുത്തത്. ഇടികല്ലുണ്ടെങ്കിൽ ഇടികല്ലിൽ വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് ചതച്ചെടുത്താലും മതി. എനിക്ക് എന്തെങ്കിലും വഴറ്റാനും ഇളക്കാനും ഒക്കെ എളുപ്പം ഒരു വശം കിട്ടുന്നത് ഈ ഒരു സ്പൂണും കൊണ്ട്. അതുകൊണ്ട് മിക്കവാറും വഴറ്റുന്ന സമയത്തൊക്കെ ഞാൻ ഈ ഒരു സ്പൂണാണ് എടുക്കുന്നത്. ഇനി വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പം ആ സ്പൂണ് മാറ്റിയിട്ട് ഈ സ്പൂണും ഉണ്ടാക്കും. ഇനി ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്, അതിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് വെന്ത് ഉടഞ്ഞു വരണം. ഇനി പൊടികൾ ചേർക്കുവാണേ. ചെറിയ സ്പൂണിന് വളരെ കുറച്ച് പൊടി മതി, പൊടികളൊന്നും കൂടി പോകണ്ട. മുളക് പൊടി ഇട്ടു, പിന്നെ മല്ലിപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി എടുത്തതുപോലെ തന്നെ മല്ലിപ്പൊടി കുറച്ച് എടുത്തിട്ടുള്ളേ മല്ലിപ്പൊടി ഇട്ടു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ രസം വെച്ചപ്പം ഇങ്ങനെ പൊടികളൊന്നും ചേർത്തിട്ടില്ലായിരുന്നു, അങ്ങനെയാണ് വെച്ചത്. ഒരു നുള്ള് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഒരു നുള്ള് വറുത്ത് പൊടിച്ച ഉലുവയുടെ പൊടി. ഉലുവ മുഴുവനോടെ ആ കടുക് വറക്കുമ്പോൾ കുറച്ച് ചേർത്തിട്ടുണ്ട്, എന്നാലും ഒരു നുള്ള് പൊടിയും കൂടെ വേണം. ജീരകം വേണമെങ്കിൽ, ചെറിയ ജീരകത്തിന് ചുവയൊക്കെ ഇഷ്ടമാണ്, ചിലർ രസത്തിൽ ജീരകം ചേർക്കുമല്ലോ, അങ്ങനെ ജീരകം വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ചെറിയുള്ളിയും കൂടെ ആദ്യം ചതച്ചില്ല, ആ കൂടെ കുറച്ച് ജീരകം ഇട്ട് ചതച്ച് ചേർക്കാം. അതല്ലെങ്കിൽ ജീരകപ്പൊടി ഇരിപ്പുണ്ടെങ്കിൽ ശകലം പൊടിയാണേലും ഇപ്പം മുളകും മല്ലിയൊക്കെ ചേർത്ത് കൂടെ ഇട്ടാലും മതി. പിന്നെ ഇതിലേക്ക് വാളംപുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ച പാടെ പയറുവെള്ളം ചേർക്കണ്ട. 1-2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളച്ച് ഇതെല്ലാം കൂടെ ഒന്ന് വെന്ത് ഒരു പരുവായി വരട്ടെ. എന്നിട്ട് പയറുവെള്ളം ചേർക്കാം. പയറുവെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ തിളപ്പിക്കാൻ പാടില്ല, ചിലപ്പോൾ പിരിയും. അതുകൊണ്ട് ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് പയറുവെള്ളം ചേർക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം കുരുമുളക് ചതച്ച് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ.
ഇപ്പോൾ പൊടി ഇരിപ്പുള്ളത് കൊണ്ട് ഞാൻ ചതയ്ക്കാൻ എടുത്തില്ലായിരുന്നു. ഇവിടെ രസം കുടിക്കാനൊക്കെ ഇഷ്ടമായതുകൊണ്ടേ ഞാൻ ഒത്തിരി എരിവാക്കത്തില്ല. ചോറിലൊഴിച്ച് കൂട്ടുന്നതിനേക്കാളും കൂടുതൽ കുടിക്കുക ചെയ്യുന്നത്. എന്തെങ്കിലും ചെറിയ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ പാത്രത്തിലോ ഒക്കെ എടുത്തിട്ട്. പുളിവെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി പയറുവെള്ളം ഒന്ന് ചെറുതായിട്ട് ഇളക്കിയിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. തിളയ്ക്കണ്ട, നന്നായിട്ടൊന്ന് ചൂടായിട്ട് തീ ഓഫാക്കാം. ഇനി ചെറിയ തീയിലാക്കുവാണ്, എന്നിട്ട് പയറുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം തീ ഓഫാക്കിയിട്ടില്ല, ചെറിയ തീയിലിരിക്കുവാണ്. ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഓഫാക്കാം, തിളപ്പിക്കണ്ട. ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും വേണേൽ ചേർത്ത് കൊടുക്കുക. പുളി ഞാൻ നേരത്തെ നോക്കിയായിരുന്നു, അന്നേരം പുളിയൊക്കെ ഉണ്ടായിരുന്നു, ഉപ്പും ഉണ്ട്. രസത്തിൽ ലാസ്റ്റ് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തു. രസത്തിൽ എന്തായാലും മല്ലിയില വേണം, മല്ലിയില നിർബന്ധമാണ്. പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു, ഒരു നുള്ളു മതി. എരിവ് കുറച്ച് നല്ലതുപോലെ കൂടുതൽ വേണമെങ്കിൽ കുരുമുളക് ചതച്ച് ചേർത്താൽ മതി. പിന്നെ ലാസ്റ്റ് തീ ഓഫാക്കിയിട്ടാട്ടോ ഈ കായപ്പൊടിയും മല്ലിയിലയൊക്കെ ഇട്ടത്. രസമൊക്കെ റെഡിയായി. പിന്നെ ചക്കക്കുരുവും പടവലങ്ങയും തോരനുമായി. 2 ദിവസം മുമ്പ് വെച്ച കുറച്ച് മീൻ കറി ഉണ്ടായിരുന്നു, അതും തിളപ്പിച്ച് വെച്ചു. വൈകുന്നേരം പിന്നെ ചക്കയപ്പമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പാലും മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് മാത്രമേ ചായ വെച്ചുള്ളൂ, പിള്ളേർക്ക് 2 പേർക്കും കുറച്ച് പാലൊക്കെ കാച്ചിയും കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.